നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്താൽ ജീവിക്കുന്നത് എങ്ങനെയെന്നുള്ള വിഷയത്തിൽ എന്താണ് ഒരു ക്രിസ്ത്യാനി യഥാർത്ഥത്തിൽ വിശ്വസിക്കേണ്ട കണ്ടന്റ് ഓഫ് ഫെയ്ത്ത് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ ഫെയ്ത്ത് എന്താണ്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് എന്താണ്. ഇത് പലപ്പോഴും നമുക്ക് അനുദിന ഉപജീവന ചിന്തകളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അതിവിശുദ്ധ വിശ്വാസം അന്ത്യകാലങ്ങളിൽ കാണാൻ കഴിയാത്ത, തികച്ചും സഭാവേദികളിൽ നിന്നും പുൾപിറ്റുകളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിന്റെ കണ്ടന്റ് എന്താണ് എന്ന് വചനത്തിലൂടെ അന്വേഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വിശ്വാസത്തിന്റെ വെല്ലുവിളി, ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരിക്കലും വലിയ ഭീഷണികളോ അല്ലെങ്കിൽ കൊലപാതകങ്ങളോ പെർസിക്യൂഷൻസ് ഒന്നുമല്ല. നമ്മുടെ വിശ്വാസം തകർത്ത് കളയും നമ്മുടെ തന്നെ ഉപജീവന ചിന്തകളാണ്. ഈ ഉപജീവന ചിന്തകൾ, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് ദൈവത്തെ അല്ല, നമ്മൾ അന്വേഷിക്കുന്നത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. ഈ പ്രശ്നങ്ങളുടെ പരിഹാരം അന്വേഷിച്ച് നമ്മൾ ദീർഘകാലം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്, എന്തെങ്കിലും തടസ്സമാണോ പോരാട്ടമാണോ. അപ്പൊ നമ്മുടെ മുഴുവൻ സ്പിരിച്വാലിറ്റിയുടെ ഫോക്കസും ഈ ഉത്കണ്ഠയെ ബേസ് ചെയ്തിട്ട്, അവിശ്വാസത്തെ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഉപജീവന ചിന്തയെ ബേസ് ചെയ്തിട്ടായി മാറുകയാണ്. മൊത്തം ദ ഹോൾ പിക്ചർ ചേഞ്ചസ്. അങ്ങനെ തുടർച്ചയായി നമ്മൾ കേൾക്കുകയും നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ജീവിത കാലഘട്ടത്തിൽ നമുക്ക് അനേകം കഷ്ടതകൾ നേരിടേണ്ടി വരും. കഷ്ടതകൾ നേരിടാതെ ജീവിക്കാൻ ആർക്കും സാധിക്കില്ല. എല്ലാ ജീവിതത്തിലും കയറ്റിറക്കങ്ങളുണ്ട്. ഒരു കയറ്റം, ഒരു ഇറക്കം, ചിലപ്പോൾ ദീർഘകാലം ഇറക്കം, ചിലപ്പോൾ ദീർഘകാലം കയറ്റം, ഇങ്ങനെയൊക്കെ വരാം. കാരണം ഈ ലോകം അങ്ങനെയാണ്. ഈ ലോകം നാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഒരു കാര്യം എന്ന് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം സങ്കല്പിച്ചിട്ട് അങ്ങനെ നടക്കും എന്ന് പറയുന്നതല്ല, എന്ത് നടന്നാലും കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്നതാണ്. അതായത് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ ഞാൻ നടക്കുമെന്ന് വിശ്വസിക്കുന്നതല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്ത് സംഭവിച്ചാലും കർത്താവ് എന്നെ കൈവിടുകയില്ല, എൻ്റെ കൂടെ കർത്താവ് ഉണ്ട്. അത് എന്ത് മരണമായാലും ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് അസ്, ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, ഹി ഹാസ് എ പ്ലാൻ. ആ പ്ലാൻ അനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള ബോധ്യമാണ്. ശരിക്കും വിശ്വാസം വഴിതെറ്റിപ്പോകേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം മനുഷ്യരുടെ സ്വാഭാവികമായ മോഹങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു മരുന്നായി ഈ വിശ്വാസത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞത് ഉപജീവന ചിന്തകളിലും അതിഭക്ഷണത്തിലും ഈ വിശ്വാസം ഇല്ലാതെ, അതായത് വിശ്വാസം തകർന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നാണ് കർത്താവ് തന്നെ മുന്നറിയിപ്പ് നൽകിയത്. നമ്മുടെ ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ ഏതാണ്ട് അത് ശരിയാണ്. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടും നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നത് കൊണ്ടും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്നൊരു പരിഹാരം വരും, എന്നൊരു വിടുതൽ വരും, എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും, ഇത് പ്രസംഗിക്കുന്നതാണ് ഇന്ന് പ്രധാനപ്പെട്ട ക്രിസ്തീയ സുവിശേഷം എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകം അങ്ങനെയുള്ള ചിന്തകൾക്ക് തന്നെ എതിരാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ആകാശത്തിലെ പറവകളെ, വയലിലെ താമരകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ആ കളപ്പുരകളിൽ സൂക്ഷിച്ചു വെക്കുന്നുമില്ല, ദൈവം അവയെ പരിപാലിക്കുന്നു. എന്നിട്ട് പറയാണ്, നാളെ തീയിൽ പോകേണ്ട ഈ വയലിലെ പുല്ലിനെ ദൈവം ഇത്രയും പരിപാലിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം പരിപാലിക്കും. അതിന്റെ ശേഷം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്ത് തിന്നും എന്ത് കുടിക്കും നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയെല്ലാം ജാതികൾ അന്വേഷിക്കുന്നു. അപ്പൊ ജാതികൾ എന്തുകൊണ്ട് അങ്ങനെ അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പിതാവില്ലാത്തത് കൊണ്ട് അവർ അന്വേഷിക്കേണ്ടി വരുന്നു. ഒരു പിതാവില്ലാത്തത് കൊണ്ട് അവർ അന്വേഷിക്കേണ്ടി വരുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കും. അത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾക്കൊരു പിതാവുണ്ട്, ആ പിതാവിന് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നറിയാം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ജാതികൾ അന്വേഷിക്കുന്നത് പോലെ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ചിന്തിക്കരുത്, വ്യാകുലപ്പെടരുത്. ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമെന്ന് മുൻകൂട്ടി അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്ത് കഴിക്കും എന്ത് കുടിക്കും എന്നുള്ള വിഷയം മാറ്റി നിർത്തിയിട്ട്, എങ്ങനെ ജീവിക്കും എന്നുള്ള ആങ്സൈറ്റി മാറ്റി നിർത്തിയിട്ട് ദൈവത്തിന്റെ രാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുവിൻ. ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുവിൻ, അതിൻ്റെ നീതിയെക്കുറിച്ച് അന്വേഷിക്കുവിൻ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം, അത് നിങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് കർത്താവ് പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ വചനം ശരിക്കും മനസ്സിലാകാതെ
നമ്മൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളത് ഒരു ആങ്സൈറ്റി ആക്കി ഡെവലപ്പ് ചെയ്ത ശേഷം നമ്മൾ അതിനു വേണ്ടി ഈ വിശ്വാസത്തെ മുഴുവൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഈ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളത് അന്വേഷിക്കുന്നതാണ് എന്ന് വിചാരിക്കുന്നു. സഹോദരങ്ങൾ, എത്ര വലിയ ഒരു ഇടർച്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് നോക്കി. നമ്മൾ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് തീരുമാനിക്കുന്നതല്ല വിശ്വാസം. ദൈവരാജ്യം എന്ന് പറയുന്ന ഭക്ഷണവും പാനീയവുമല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് നാളെ കഴിക്കാൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല. നാളെ നമ്മൾ ജീവിക്കുമോ ഇല്ലയോ എന്നുള്ളത് പോലുമല്ല. വിശ്വാസം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ദൈവരാജ്യവും അതിൻ്റെ നീതിയും നമ്മളിൽ നിറവേറുന്നതാണ്. ഗോഡ്സ് കിങ്ഡം ആൻഡ് ഗോഡ്സ് റൈച്ചസ്നെസ്. ദൈവത്തിൻ്റെ നീതി, ദൈവരാജ്യത്തിൻ്റെ നീതി നമ്മൾ അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തുന്നതാണ്. ദൈവരാജ്യത്തിൻ്റെ നീതി എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായി മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ല ദൈവത്തിൻ്റെ നീതി. ദൈവം ഓരോ കാര്യങ്ങളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ നീതി അനുസരിച്ചാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. ഓരോരുത്തർക്കും എന്ത് വേണമെന്നും വേണ്ട എന്നും അറിയാവുന്ന ദൈവം എങ്ങനെ ഈ മൈക്രോ മാനേജ്മെന്റ്, ഈ ലോകത്തെ മൈക്രോ മാനേജ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചിന്തകളെ പോലും മൈക്രോ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്താണ് ദൈവത്തിന്റെ ആ ചിന്തയുടെ വ്യാപ്തി എന്ന് പറയുന്നത്. സോ യു ഡോണ്ട് ഹാവ് ടു ബി വറീഡ് അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ ടുമോറോ. നമുക്കെല്ലാം സ്വാഭാവികമായി ഈ വറീസ് ഉണ്ടാകും. അപ്പോൾ വറീസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? നമ്മൾ സാധാരണഗതിയിൽ ഒരു ദുഃഖമുണ്ടാകുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഒരാളൊരു പരീക്ഷ എഴുതിയിട്ടിരിക്കുന്നു. ഈ പരീക്ഷ എഴുതിയിട്ടിരിക്കുമ്പോൾ പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളൊരു വറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിന് 2 വഴികളുണ്ട്. ഒന്ന്, പാസ്സാകും എന്നൊരു ഉറപ്പ് എവിടെയെങ്കിലും കിട്ടിയാൽ നമുക്ക് സമാധാനമാകും. വേണേ ഒരു പ്രവാചകൻ പറയാണ്, നിനക്ക് വലിയൊരു വിജയം കർത്താവ് തരും എന്ന് കേൾക്കുമ്പോൾ ഉള്ളിലൂടെ ഒരു സന്തോഷം വരും. അപ്പൊ നമ്മുടെ സന്തോഷം വരുന്നത് എവിടെ നിന്നാണ്? ഈ എക്സാമിനേഷൻ പാസ്സാകും എന്നുള്ളതിൽ നിന്നാണ്. ഇങ്ങനെ ചിന്തിച്ചു നോക്കിയ നേരെ തിരിച്ച് കർത്താവ് പറയുന്നത് അതെന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്ന ലോകത്തിൽ എന്ത് സംഭവിച്ചാലും എന്തെങ്കിലും ആയിക്കോട്ടെ, കർത്താവ് എന്നെ കൈവിടുകയില്ല. തോറ്റാലും ജയിച്ചാലും ക്രിസ്തുവാണ് രാജാവ്, അവരാണ് ദൈവം. ഈ രാജത്വത്തിലോട്ട് പ്രവേശിക്കാനാണ് ശരിക്കും വിശ്വാസം നമ്മളെ അനുവദിക്കുന്നത്. അതായത് പുതിയ നിയമത്തിലെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇത് കിട്ടും അത് കിട്ടും എന്നുള്ളതല്ല, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ ജീവിക്കും എന്നുള്ളതാണ്. ക്രൈസ്റ്റ് ഈസ് മൈ ലൈഫ്, അതാണ്. അപ്പൊ അങ്ങോട്ട് ഫോക്കസ് ചെയ്താൽ മാത്രമേ ദൈവരാജ്യത്തിന്റെ നീതി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. It is not about eating and drinking. It's not about anything pertaining to this world. It is not about enjoying a long life here. It's nothing about this world. It's only about the kingdom of God and its righteousness. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മുടെ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് എന്ന് പറയുന്നത് ഹാസ് ടു ബി കണക്റ്റഡ് വിത്ത് ദ എറ്റേണൽ. നിത്യതയുമായി കണക്റ്റഡ് ആവണം. അത് നാളെ നിത്യതയിൽ പോകുമെന്നുള്ളതല്ല, ഇന്ന് ഞാൻ ആ നിത്യതയിൽ ജീവിക്കുമെന്നുള്ളതാണ്. ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് ടു ലിവ് ഇൻ ദ എറ്റേണിറ്റി നൗ. എറ്റേണിറ്റി നൗ ആണ്. അതായത് ഇപ്പോൾ തന്നെ ഞാൻ ചിന്തിക്കുന്നത് നാളെ മരിച്ച സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ചല്ല, നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഐ ഹാവ് ആൻ എറ്റേണൽ ലൈഫ് വെർ ഐ വിൽ നെവർ പെറിഷ്. ഒരിക്കലും അവസാനിച്ചു പോകാത്തൊരു നിത്യമായ, ആത്മികമായ, ദൈവികമായ, ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്ന ഒരു ജീവൻ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആ ജീവനാണ് ഞാൻ വിശ്വാസത്താൽ ജീവിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ ദൈവത്തിന്റെ നീതിയും മനുഷ്യന്റെ നീതിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിന്റെ രാജ്യവും അതിന്റെ നീതിയുമായിട്ട് കണക്റ്റഡ് ആണ്. വിശ്വാസം എന്തിനു വേണ്ടിയാണ്? വിശ്വാസം എന്നത് നമുക്ക് തന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം, വിശ്വാസത്തിന് 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ആശിക്കുന്നതിന്റെ ഉറപ്പ്, മറ്റൊന്ന് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇത് രണ്ടുമാണ് ഫെയ്ത്തിന്റെ 2 ഘടകങ്ങൾ എന്ന് പറയുന്നത്. ആശിക്കുന്നതിന്റെ ഉറപ്പ് എന്നുള്ളത് നമ്മൾ ഇതിനെ കണ്ടന്റ് ഓഫ് ഫെയ്ത്തിനെ കുറിച്ച് കണ്ടപ്പോൾ പുനരുത്ഥാനം എന്ന ഒരു വിഷയത്തിലേക്ക് നമ്മൾ ചിന്തിക്കാനിടയായി. എന്താണ് ആശിക്കുന്നത്? ആശിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ തേജസ്കരണമാണ്. ദാറ്റ്സ് അവർ ഗ്രേറ്റസ്റ്റ് ഡിസയർ. കാരണം നമ്മുടെ ശരീരം പാപം നിറഞ്ഞതാണ്. ഈ പാപം നിറഞ്ഞ ശരീരത്തിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് വരുന്നത്, നമ്മളിലേക്കാണ്. അങ്ങനെയാണ് ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി മാറുന്നത്. ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന പാപമാണ്. ഈ ശരീരം ബലഹീനമായ, പാപപങ്കിലമായ, പാപം ചെയ്യാൻ കപ്പാസിറ്റിയുള്ള, പാപചിന്തകളുള്ള ഒരു ശരീരത്തിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് വരുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് ഭയങ്കരമായ അസ്വസ്ഥതയുണ്ട് നമ്മുടെ ഉള്ളിൽ ഈ പാപം കണ്ടിട്ട്. കാരണം കർത്താവിന്റെ ആത്മാവിന് ഒരിക്കലും നമ്മുടെ പാപ സ്വഭാവങ്ങളുമായിട്ട് ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെടാൻ സാധിക്കില്ല. തന്നെയല്ല, നമ്മൾ ജീവിച്ച് മരിക്കുന്നവരെ ഈ പാപ ശരീരം, ആദാമി ശരീരം നമുക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യും? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു ഞരക്കം തരും. ഒരു ഞരക്കം.
എന്തിനാണെന്നറിയോ? ഈ പാപ ശരീരത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് തേജസ് പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു ഞരക്കം നമ്മുടെ ഉള്ളിൽ ആത്മാവ് സ്റ്റാർട്ട് ചെയ്യും. അത് രക്ഷയുടെ തുടക്കമാണ്. നമ്മുടെ രക്ഷയുടെ തുടക്കം എന്ന് പറയുന്നത് തന്നെ പ്രത്യാശയാണ്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ അവിടെയാണ് നമ്മുടെ രക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. വി ആർ കോൾഡ് വിത്ത് ദാറ്റ് ഹോപ്പ്. അതുപോലെ പറയുന്നത് നിങ്ങളെ വിളിച്ച വിളിയാലുള്ള ആശ. അപ്പോൾ ഇത് പ്രത്യാശയാണ്. ഈ പ്രത്യാശ തന്നാണ് നമ്മളെ വിളിക്കുന്നത്. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും രക്ഷയുടെ തുടക്കം എന്ന് പറയുന്നത് വി ആർ ഗിവൺ എ ബ്ലെസ്ഡ് ഹോപ്പ്. ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്താത്ത ഒരു നിത്യമായ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രക്ഷയുടെ തുടക്കം. ഈ തുടക്കം ദൈവം ഇടുന്നത് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ്. ഈ ആത്മാവിനാലാണ് നമ്മൾ ഇതറിയുന്നത്. ആത്മാവിന്റെ ആദ്യ ദാനം, അതായത് രക്ഷാപരമായ ദൈവിക ദാനം. റോമാലേഖനം 8:21 പറയുന്ന ആത്മാവിന്റെ ആദ്യ ദാനം ലഭിച്ചവരായ നിങ്ങളും നമ്മളും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യാശ ഒരാളുടെ ഉള്ളിൽ ഞരക്കമായി, നമ്മുടെ ഉള്ളിൽ ഈ ശരീരത്തിന്റെ തേജസ്കരണം എന്നുള്ളത് ഒരു ഞരക്കമായി രൂപപ്പെടണം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ വിശ്വാസിയാണോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പരിശോധന ഇതാണ്. ഡു യു ഹാവ് എ ബ്ലെസ്ഡ് ഹോപ്പ്? നിങ്ങൾക്ക് ഈ ഞരങ്ങുന്ന കർത്താവിന്റെ വരവിന് വേണ്ടി ഞരങ്ങുന്ന തേജസ് പ്രാപിക്കാൻ വേണ്ടി, ശരീരത്തിൽ തേജസ് പ്രാപിക്കാൻ വേണ്ടി ഞരങ്ങുന്ന ഒരു സ്പിരിച്വൽ സ്റ്റേറ്റ് ഉണ്ടോ? നിങ്ങൾ അങ്ങനെ ഞരങ്ങുന്നുണ്ടോ? അതാണ് ഒന്നാമത്തെ അടയാളം. യു ഹാവ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ഇൻടോളറന്റ് ടു സിൻ. പാപത്തോടൊട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ പാപപങ്കിലമായ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, തേജസ് പ്രാപിക്കുന്നതിനുള്ള, ക്രിസ്തുവിന്റെ തേജസ്സിനാൽ നിറയപ്പെടുന്നതിനുള്ള ഒരു കൊതി, ഒരു ആഗ്രഹം, ഒരു അതിയായ തിടുക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ തിടുക്കത്തെയാണ് നമ്മൾ പ്രത്യാശ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇതൊരു ടെസ്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഒരു പ്രശ്നം ഇതാണ്. ഇന്ന് പല ആളുകളുടെ ജെന്യുവിൻ വിശ്വാസികളുടെ ഉള്ളിൽ പോലും ഈ ഞരക്കമാകുന്ന അത്ര പ്രത്യാശ ഉണ്ടാകാറില്ല. പണ്ടത്തെ കാലം അങ്ങനെ അല്ലായിരുന്നു. പണ്ട് ഭയങ്കര പ്രത്യാശ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നല്ല ജെന്യുവിനായിട്ട് വീണ്ടും ജനിച്ച് നല്ലപോലെ കർത്താവിന്റെ പിന്നാലെ പോകുന്ന ആളുകളിൽ പോലും, രക്ഷാ അനുഭവമുള്ള ആളുകളുടെ ഉള്ളിൽ പോലും ഈ പ്രത്യാശ ഒട്ടും കാണാനില്ല. വളരെയധികം അത് മങ്ങിയിരിക്കുന്നു. കാരണം ലോകത്തിൽ സുഖം വർദ്ധിച്ചു വരികയാണ്, എൻജോയ്മെന്റ്സ് വർദ്ധിച്ചു വരിക. ഒരു സമയത്ത് ഒരു സ്ഥലത്ത് കഷ്ടതകൾ വർദ്ധിച്ചു വരുമ്പോൾ തന്നെ ഈ ലോകത്ത് ഈ നശിക്കാൻ പോകുന്ന ലോകം ആളിക്കത്തെന്ന് പറഞ്ഞ പോലെ ആ സിവിലൈസേഷൻ നമുക്ക് തരുന്ന സുഖവും രസവും ഭയങ്കരമാണ്. ശാസ്ത്രത്തിന്റെ അഡ്വാൻസ്മെന്റും നമുക്കുണ്ടാകുന്ന കംഫേർട്ട് ഭയങ്കരമാണ്. ഇത് നമ്മളെല്ലാവരും, ഈ രക്ഷിക്കപ്പെട്ടവരെല്ലാം പല സമയത്തും ഇതങ്ങ് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥിതി വന്നിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകണമെന്ന് തന്നെ ആർക്കും ഇല്ല. ഇവിടുന്ന് പോകണമെന്ന് തന്നെ ആർക്കും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ്. എത്ര രോഗം ഉണ്ടെങ്കിലും, വൈറസ് ഉണ്ടെങ്കിലും, കോവിഡ് ഉണ്ടെങ്കിലും, ന്യൂമോണിയ വന്നാലും നോ പ്രോബ്ലം, ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ഈവൻ രക്ഷിക്കപ്പെട്ട ആൾക്കാർ പോലും അന്വേഷിക്കുന്ന ഒരു കാലമാണ്. കാരണം അത്രമാത്രമാണ് ഈ മോഹം, ലോകത്തെക്കുറിച്ചുള്ള മോഹം, ഈ നശിച്ചു പോകുന്ന ലോകത്തെക്കുറിച്ചുള്ള ആസക്തി നമ്മെ പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുകയാണ് നാളെ നമ്മൾ നന്നാവില്ല. ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിലേക്ക് വരാതെ, ഞരക്കം വരാതെ, നിത്യജീവനെ കുറിച്ചുള്ള ആ ആഗ്രഹം ഞരക്കമായി നമ്മുടെ ഉള്ളിൽ രൂപാന്തരപ്പെടാതെ നമ്മുടെ സഭകളൊന്നും നന്നാവില്ല. നിങ്ങൾ എത്ര നീതി പ്രസംഗിച്ചാലും നന്നാവില്ല. നിങ്ങൾ എത്ര പോയിട്ട് നിങ്ങളെന്താ ഇങ്ങനെ ജീവിക്കുന്നത്, നിങ്ങളെന്താ മത്സരിക്കുന്നത്, നിങ്ങൾ എന്താണ് വഴക്കുണ്ടാക്കുന്നത്, കസേര എടുത്ത് അടിക്കുന്നത്, എന്താ അക്കൗണ്ടിൽ തിരിമറി കാണിക്കുന്നത്, നിങ്ങൾ ചോദിച്ചു നോക്കിയോ. അവരതൊക്കെ മാറണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മാറാൻ പറ്റത്തില്ല. കാരണം രക്ഷയുടെ സൽഫലങ്ങളെ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ലോകത്തിന്റെ എൻജോയ്മെന്റ് മനുഷ്യന്റെ ഹൃദയത്തെ തടിപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കേണ്ടത് ഇന്നത്തെ ആവശ്യമാണ്. പക്ഷെ ഇന്നെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പല പ്രസംഗങ്ങളും കേൾക്കുമ്പോഴേക്കും നമ്മൾ പോകുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ് നമ്മളിൽ വർദ്ധിച്ചു വരുന്നത്. ഒരു ദിവസം ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഞങ്ങളെല്ലാം സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പാസ്റ്ററുടെ പ്രസംഗം കേട്ടപ്പോഴാണ് പോകില്ല എന്ന് മനസ്സിലായത്. എന്ത് സന്തോഷമായിട്ട് അവരെന്നോട് പറയുന്നതെന്ന് അറിയാം. ഞാൻ ഓർത്തു, പോകില്ല എന്ന് മനസ്സിലായ പിന്നെ ഇത്ര സന്തോഷമാണോ എന്ന് ഞാൻ ആലോചിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞു വരുന്നത് പോലും ആൾക്കാർക്ക് മനസ്സിലാകാത്തൊരു സ്റ്റേജ് ഉണ്ട്. അതുകൊണ്ട്
ഈ പ്രസംഗത്തെ ഞാനിപ്പോൾ പറയുന്ന ഈ ക്ലാസ്സിനെ ഞാൻ വിളിക്കുന്നത് ആർക്കും മനസ്സിലാകാത്ത പ്രസംഗം എന്നാണ്. അതായത് എത്ര കേട്ടാലും മനസ്സിലാകാത്ത ഒരു പ്രസംഗമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. എത്ര കേട്ടാലും അത് ഗ്രഹിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പഴയ പോലെയാവും. അതിനൊരു കാരണമുണ്ട്. ആദമിനെ സാത്താൻ പഠിപ്പിച്ചത് വിശ്വാസത്തിൽ ഒരിക്കലും ജീവിക്കരുത്, നിങ്ങൾ കാഴ്ചയിൽ ജീവിക്കണം എന്നാണ് പഠിപ്പിച്ചത്. അതായത് ആദാമിന് കിട്ടിയ ഏറ്റവും വലിയ ക്ലാസ് എന്ന് പറയുന്നത് നീതി എന്താണ്, ന്യായം എന്താണ് എന്നുള്ളത് ദൈവമല്ല, ഞാനാണ് തീരുമാനിക്കുന്നത്. നന്മ എന്താണ്, തിന്മ എന്താണ് എന്നുള്ളത് ദൈവമല്ല, ഞാൻ തീരുമാനിക്കും. നേരത്തെ എനിക്ക് പഴമില്ലായിരുന്നു, ഇപ്പൊ എൻ്റെ ഉള്ളിൽ പഴമുണ്ട്, വിറ്റാമിൻ ഉണ്ട്, അതുകൊണ്ട് എനിക്കറിയാം നല്ലതേത് ചീത്തയേത്. ഇപ്പൊ ദൈവം പറയും ഞാനാണ് തീരുമാനിക്കുന്നത് നല്ലതേത് ചീത്തയേതെന്ന്. ആദം പറഞ്ഞു നോ നോ നോ, നീ തീരുമാനിച്ചോ, പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനിച്ചോളാം. എന്താണ് നീതി, ആരാണ് നീതിമാൻ? ഞാനാണ് നീതിമാൻ, ഹൗവ നീതിമതിയല്ല. ഇതൊക്കെ ആദം തീരുമാനിക്കാൻ തുടങ്ങി. ഇത് റിബല്യൺ ടു ഗോഡാണ്, ദൈവത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്. നീതി എന്തെന്ന് തീരുമാനിക്കാൻ ദൈവത്തിനല്ല മനുഷ്യനാണ് അവകാശം എന്ന് വരുന്നത്. നീതിമാൻ ആരാണ് എന്ന് തീരുമാനിക്കാൻ അതിനുവേണ്ടിയാ സാത്താൻ ഇവന് നന്മയും തിന്മയും നീ പഠിച്ചോ മോനെ എന്ന് പറഞ്ഞ് ആ പഴം പറിച്ചു കൊടുത്തത്. ഈ നന്മയും തിന്മയും ആദം പഠിച്ചതോടുകൂടി ദൈവം നീതി എന്ന് പറയുന്നൊന്നും ഇവന് മനസ്സിലാകുന്നില്ല. ഇവന്റെ നീതിയാണ് നോക്കുന്നത്. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മുടെ ചിന്തകൾ മുഴുവൻ ആദാമിക ചിന്തകളാണ്. ആദാമിക ചിന്തകൾ വെച്ച് നമ്മൾ നോക്കുമ്പം നമ്മളെപ്പോഴും നീതിമാനായിട്ടാണ് വരുന്നത്. നമ്മളെപ്പോഴും നീതിമാനാണ്. ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ നീതി വെച്ച് വിധിക്കും. അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, ഇവനൊക്കെ സ്വർഗത്തിൽ പോവോ, അങ്ങനെ ചോദിക്കും. ഓക്കെ, ഇവനൊക്കെ സ്വർഗത്തിൽ പോകുമോ, അങ്ങനെ ചിന്തിക്കും, അങ്ങനെ വിചാരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നീതി എന്തെന്ന് തീരുമാനിക്കാനും ആരൊക്കെ നീതിമാൻ എന്ന് ചിന്തിക്കാനും തീരുമാനിക്കാനും ഒക്കെയുള്ള റൈറ്റ് നമ്മൾ ഇങ്ങ് എടുത്തിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മൾ സ്വയം വിചാരിക്കുകയാണ് സ്വർഗത്തിൽ പോകും. ഞാൻ നല്ലപോലെ അനുസരിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതം എല്ലാം ശരിക്കും ആയിട്ടുണ്ട്, കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ട് ഒരാൾ എന്നോട് പറഞ്ഞത്, നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും ഓക്കെ ഏതാണ്ടൊക്കെ ശരിയായിട്ടുണ്ട്. 30 വർഷം കഴിയുമ്പോഴും പുള്ളി അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. ഏതെങ്കിലും 1-2 കാര്യങ്ങൾ കൂടെ ശരിയായി കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പെർഫെക്റ്റ്. എനിക്കറിയാം ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന വലിയൊരു പങ്ക് ആൾക്കാർ ചിന്തിക്കുന്നത് 1-2 കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ശരിയായിട്ടില്ല, അതും കൂടെ ശരിയായി കഴിഞ്ഞാൽ ഞാൻ പെർഫെക്റ്റ്. ഞാനൊരു സത്യം നിങ്ങളോട് തുറന്നു പറയും, ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല. നമ്മൾ ജീവിതകാലം മുഴുവൻ ഈ പാപജടത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല. ഓക്കെ, ഇതാണ് കാഴ്ച. നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. അപ്പോൾ നീതിമാൻ എന്ന് ആര് തീരുമാനിക്കും? ഈ ചോദ്യത്തിനാണ് നമ്മൾ ആദ്യം ഉത്തരം തരേണ്ടത്, ഫെയ്ത്ത് ലൈഫ് എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ്. ഓക്കെ, ഹൂ വിൽ ഓർ ഹൂ ഷാൽ ഡിസൈഡ് വാട്ട് ഈസ് റൈച്ചസ്നെസ്? നീതി എന്താണ് എന്ന് ആര് നമ്മളോട് പറയണം? ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. സ്നേഹിക്കണം എന്നുള്ളൊരു കമാൻഡ്മെന്റ് എല്ലാവർക്കും അറിയാം. സ്നേഹിക്കുന്നത് നീതിയാണ്, നീതിയുടെ ഭാഗമാണ്. അത് നീതിമാനായൊരു മനുഷ്യൻ സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അത് അറിയാൻ ബുദ്ധി കൊണ്ടെങ്കിലും പ്രായോഗികമായിട്ട് അങ്ങനെയല്ല. നമ്മളെല്ലാവരും നീതി വർദ്ധിക്കും തോറും സ്നേഹം കുറയുന്നവരാണ്. പരീക്ഷന്മാരും ശാസ്ത്രിമാരെല്ലാം അങ്ങനെയായിരുന്നു. നീതി കൂടും തോറും സ്നേഹം കുറയും. ഞാൻ പണ്ട് ഭയങ്കര നീതിക്ക് വേണ്ടി നടന്ന ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് ആരോടും സ്നേഹമില്ലായിരുന്നു. ആരെ കണ്ടാലും ഞാൻ ചിന്തിക്കുന്നത് അവനൊന്നും ശരിയല്ല. കാരണം ഞാൻ എൻ്റെ നീതിയുടെ ത്രാസ് വെച്ച് തൂക്കി നോക്കി കഴിയുമ്പോൾ അവരൊന്നും പോരാ. എന്തെങ്കിലും ഒരു കുറ്റം എൻ്റെ കണ്ണിന് മുമ്പിലേക്ക് വരും. എൻ്റെ കുറ്റമാണെങ്കിൽ ഒരിക്കലും എൻ്റെ കണ്ണിന് മുമ്പിലേക്ക് വരില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങളെല്ലാം ചടപടേന്ന് എൻ്റെ കണ്ണിന് മുമ്പിലേക്ക് വരും. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലാവും ഇവന്റെ കൂടെ ഇരുന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കത്തില്ല, കർത്തൃമേശ എടുക്കത്തില്ല. ഞാൻ അങ്ങനെ പാപികളുടെ കൂടെ ഇണയില്ലാപ്പണ കൂടുന്ന ആളല്ല. എനിക്ക് ഇതൊന്നും പറ്റത്തില്ല. ഇത് ഭയങ്കര നീതിമാനായ അയാളുടെ നീതി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ആരെ സ്നേഹമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഈ നീതിമാന്മാർ വരുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെ ഒത്തിരി നീതിമാന്മാരെ കണ്ടിട്ടുണ്ട്. അവർക്ക് സ്നേഹമാണ് തണുത്തു പോകുന്നത്. പരീശന്മാർ അങ്ങനെ തന്നെയാണ്. അവർക്ക് പാപികളെ കാണുമ്പോൾ സ്നേഹമാണോ വരുന്നത്? ഞങ്ങളെപ്പോലെ എന്തുകൊണ്ട് നിങ്ങളല്ല എന്ന് അവർ ചോദിക്കുന്നു. സ്നേഹമില്ല. ഓക്കെ, ഇന്ന് പല കുടുംബങ്ങളിലും ഭർത്താവ് വിശ്വാസി, ഭാര്യ അവിശ്വാസി. ഭാര്യ വിശ്വാസി, ഇതാണ് കൂടുതൽ. ഭാര്യ വിശ്വാസി, ഭർത്താവ് അവിശ്വാസി. ഭാര്യ ഭയങ്കര നീതിയായി മാറും, ഭയങ്കര പെർഫെക്റ്റ്. ഭർത്താവിനെ നോക്കുമ്പം ഭർത്താവ് വിശ്വാസവുമില്ല, തോന്നിയ പോലെ ജീവിക്കുന്ന പാവി. ഈ ഭർത്താവിനോട് ഭാര്യയ്ക്ക് സ്നേഹമല്ല ഉണ്ടാകുന്നത്, നീയൊക്കെ എന്ന് നന്നാവാനാന്നുള്ള ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കണ്ടമിനേഷൻ വരുവാണ്. പോയി ജീവിക്കുന്ന ജീവിതം കണ്ടില്ലേ,
ഇങ്ങനെയാണോ? ഇതൊക്കെ ദൈവം ചോദിക്കൂലേ? ദൈവത്തിന്റെ സൈഡിൽ നിൽക്കുമ്പോഴേക്കും നമ്മളങ്ങ് ഭയങ്കര ആൾക്കാരെല്ലാം വെറുക്കുന്നവരായിട്ട് അങ്ങ് മാറും. അല്ല, വിലയിരുത്തുന്നവർ തൂക്കി നോക്കി എല്ലാത്തിലും കുറവ് കണ്ടുപിടിക്കണം. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. വെൻ ഹ്യൂമൻ റൈച്ചസ്നെസ് ഇൻക്രീസസ്, that lack of love also increases. Love decreases. അതൊരു കോമൺ പ്രിൻസിപ്പിളാണ്. ഭയങ്കര നീതിമാന്മാരായ ആൾക്കാർക്ക് ആരെ സ്നേഹമില്ല. ഓക്കെ, ആരോടും കരുണയുമില്ല. നീതി കൂടുന്നതനുസരിച്ച് കരുണ പറയും. നിങ്ങളൊരു പോലീസുകാരൻ എടുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര നീതിമാനാണെങ്കിൽ അയാൾ ഒരു കരുണയും കാണിക്കില്ല. അത് മനുഷ്യന്റെ നീതി അങ്ങനെയാണ്. മനുഷ്യന്റെ നീതിക്ക് അങ്ങനെ മാത്രമേ ആകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നീതി എന്താണ് എന്ന് ആര് തീരുമാനിക്കും? അതാണ് ഒന്നാമത്തെ ചോദ്യം. നീതിമാൻ ആര് എന്ന് ദൈവത്തിന് തീരുമാനിക്കാൻ ഫുൾ റൈറ്റ് കൊടുത്താൽ, ഓക്കെ, നീതി എന്താണെന്നും നീതിമാൻ ആരെന്നും തീരുമാനിക്കാൻ ദൈവത്തിന് പൂർണ്ണമായ അവകാശം കൊടുത്താൽ നമ്മൾ നീതിമാന്മാരായി കാണപ്പെടുമോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ഗോഡ് ഹു ഡിസൈഡ്സ് വെദർ ചേസ് ഈസ് റൈച്ചസ് ഓർ നോട്ട്. നീതി എന്താണ്, നീതിമാൻ ആരാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് കൊടുത്തു കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാവും, നമ്മളെല്ലാവരും പാപികളാണ്. കാരണം ദൈവത്തിന്റെ നീതി മനുഷ്യന്റെ നീതി പോലെയല്ല. ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. ദൈവത്തിന്റെ നീതിയും മനുഷ്യരുടെ നീതിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മനുഷ്യരുടെ നീതി പ്രമാണങ്ങളാൽ വരുന്നതാണ്. പ്രമാണങ്ങളാൽ, അതായത് പ്രിൻസിപ്പിൾസ്, ലോ ആൻഡ് എന്താ പറയുന്നത്, പ്രിസെപ്റ്റ്സ്, അതിനകത്ത് വരുന്നതാണ്. പഴയ നിയമത്തിൽ ദൈവം നീതി കൊടുക്കുമ്പോൾ, ന്യായപ്രമാണം കൊടുക്കുമ്പോൾ, ദൈവം മനുഷ്യന്റെ നീതിയുടെ ബേസിസിലാണ് അത് കൊടുത്തത്. ദാറ്റ് മീൻസ് നമ്മൾ റോമാലേഖനം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ മോശയുടെ പ്രമാണം എന്ന് പറയുന്നത് അനുസരിക്കാൻ വേണ്ടി, അതായത് ഹ്യൂമൻ ഒബീഡിയൻസ്, ഹ്യൂമൻ എബിലിറ്റി വെച്ചുള്ള ഒബീഡിയൻസ്, മനുഷ്യന്റെ ശക്തി വെച്ചുള്ള അനുസരണത്തിന് യോഗ്യമാകുന്ന രീതിയിലാണ് കൊടുത്തത്. ഓക്കെ, ഇവയെ ചെയ്യുന്നവൻ ഇവയാൽ ജീവിക്കും. അങ്ങനെയാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത്. മോശയുടെ പ്രമാണത്തെ സംബന്ധിച്ച് ഇവ അനുഷ്ഠിക്കുന്നവൻ, ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. ദാറ്റ് മീൻസ് യു ബിക്കം റൈച്ചസ് ബൈ ഡൂയിങ്, ഈ കൽപ്പനകൾ പ്രമാണിച്ചാൽ. എന്നാൽ റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, ത്തിന്റെ കൽപ്പനകളാൽ ഒരു ജഡവും നീതിപ്പെടുന്നില്ല. ഓക്കെ, ഇത് വിശ്വാസത്താൽ എങ്ങനെ ജീവിക്കും എന്നുള്ളതിന്റെ മറുവശമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സോ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ നീതിയും ഫെയ്ത്തും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നലെ ഞാൻ ഫെയ്ത്ത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്ന് ഞാൻ നീതി എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം പറയുന്നു, ആകയാൽ നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപികൾ എന്ന് നാം ഇതിനു മുൻപേ തെളിയിച്ചുവല്ലോ. പാപത്തിന് കീഴാകുന്നു എന്ന് നാം ഇതിനു മുൻപേ തെളിയിച്ചുവല്ലോ. 10-ാം വാക്യം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തെ ആരും തിരിച്ചറിയുന്നില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. 19-ാം വാക്യം ആർക്കും വായിക്കും. 19-ാം വാക്യം ഞാൻ വായിക്കാം. ആരെങ്കിലും വായിക്കുന്നെങ്കിൽ വായിക്കാം. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നെന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതുവായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഈ പ്രത്യേകിച്ച് വിശ്വാസികൾ അല്ലെങ്കിൽ ബൈബിൾ കയ്യിലുള്ളവരെ എപ്പോഴും ചിന്തിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഞങ്ങൾ നീതിമാന്മാരാണ്, നിങ്ങളൊക്കെ കുറച്ചുകൂടെ നന്നാവണം, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഈ പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെന്താ ചിന്തിക്കുന്നറിയോ? ഞങ്ങൾ ഒത്തിരി ഭേദപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും കൂടെ ഞങ്ങളെ പോലെയൊക്കെ ആകണം എന്നാണ് പാസ്റ്റർമാർ ചിന്തിക്കുന്നത്. മിക്കവാറും എല്ലാ പാസ്റ്റർമാരും അങ്ങനെ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ പുൾപിറ്റിൽ നിന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ആകെ, നിങ്ങൾ രാവിലെ എഴുന്നേക്ക്, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ, ഇങ്ങനെ ജീവിച്ച സ്വർഗത്തിൽ പോകുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഞങ്ങൾ നിങ്ങളെക്കാളും ഒക്കെ ബെറ്റർ ആയി എന്നുള്ളൊരു അസംഷനിലാണ് ഞങ്ങളുടെ പുൾപിറ്റിലേക്ക് കയറുന്നത്. ഇനി ഞങ്ങൾക്ക് അങ്ങനത്തെ ഉള്ള ചിന്തയില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഉള്ള ചിന്ത ഉണ്ടാവും. ഓ, അയാൾ ഭയങ്കര
നീതിമാനും വിശുദ്ധനുമായ മനുഷ്യനായിരിക്കും. ഇപ്പോൾ കുറെ പ്രസംഗങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ഉള്ളിലെ തോന്നിക്കാണ് ഈ മനുഷ്യൻ ഭയങ്കര വിശുദ്ധനും നീതിമാനുമായ ഒരു മനുഷ്യനായിരിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ വായാണ് എപ്പോഴും തുറന്നിരിക്കുന്നത്. ഞങ്ങളുടെ വായ്, നിങ്ങളെല്ലാവരും ഇപ്പം മിണ്ടുന്നില്ല, ഞങ്ങളുടെ വായാണ് തുറന്നിരിക്കുന്നത്. ഞങ്ങളുടെ വായ എന്താ പറയുന്നത്? മര്യാദ പഠിക്കുക, നീതിമാനാകെ, ശരിക്ക് ജീവിക്കുക എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ബൈബിൾ തുറക്കണം. ബൈബിൾ തുറക്കുമ്പോൾ ബൈബിൾ എന്നോട് പറയാണ് നീതിമാൻ ആരുമില്ല. അപ്പൊ എന്റെ വായടഞ്ഞു. ഞാൻ എന്റെ കൊണ്ട് ഞാൻ നീതിമാനാവുകയും മറ്റുള്ളവർ വിധിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ നീതി വന്നു കഴിഞ്ഞപ്പോഴേക്കും ദൈവം പറയാണ് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. അപ്പൊ ഈ പ്രസംഗിക്കുന്നവരുടെ എല്ലാം നാം എന്തായി? അടഞ്ഞു. സകല വായും അടഞ്ഞു. എല്ലാവരും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതിന് തന്നെ. അപ്പൊ എല്ലാവരും ഒരുപോലെ ദൈവത്തിന് മുമ്പിൽ ശിക്ഷായോഗ്യരായി നിൽക്കുന്നു, ഞാനും നിങ്ങളും എല്ലാവരും. ഓക്കെ, യെശയ്യാവ് അങ്ങനെയായിരുന്നു. യെശയ്യാവ് ആദ്യം വിചാരിച്ചിരുന്നു യെശയ്യാവ് നീതിമാനെന്നാണ്. കുറെ കഴിഞ്ഞപ്പം അങ്ങനെ അല്ലെന്ന് മനസ്സിലായ, വിഷൻ കണ്ടു കഴിഞ്ഞപ്പം, അത് കഴിഞ്ഞപ്പോൾ അവരുടെ ദൂതൻ ഇറങ്ങി വന്ന് യെശയ്യാവിന്റെ ചുണ്ടുകളെ എല്ലാം, നാവിനെ തൊട്ട് ശുദ്ധമാക്കി. അതിനുശേഷമാണ് യെശയ്യാവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ നമുക്ക് നമ്മൾ അശുദ്ധരാണെന്നുള്ളൊരു ബോധം വരണം. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? സകല മനുഷ്യരെയും പാപത്തിന് കീഴെ എന്ന് വരുത്തി. ഓക്കെ, നമുക്ക് ഒരു ചെറിയൊരു ഇല്ലസ്ട്രേഷനിലൂടെ ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ, അടുത്ത വാക്യം എന്താ പറയുന്നത്? വായിച്ചേ, അടുത്ത വാക്യം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ചെറിയ പരീക്ഷണം നടത്തി നോക്കാം. ഇപ്പോൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നമ്മൾ നീതിമാന്മാരാകുമോ ഇല്ലയോ? മനുഷ്യരെപ്പോഴും ചിന്തിക്കുന്നത് നീതി പ്രവർത്തിക്കുന്നവരാണ് നീതിമാന്മാരെന്നാണ്. ഓക്കെ, എന്നാൽ ദൈവം അങ്ങനല്ല കരുതുന്നത്. ദൈവം കരുതുന്നത് നീതിമാനാണ് നീതി പ്രവർത്തിക്കുന്നതെന്നാണ്, തിരിച്ചാണ്. നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിൾ, ഇപ്പൊ ഇതൊരു ക്ലാസ് റൂം ആണെന്ന് വിചാരിക്കാം. നിങ്ങളെല്ലാവരും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. ഞാനാണ് നിങ്ങളുടെ എക്സാമിനർ, ഇൻവിജിലേറ്റർ. കഠിന ഹൃദയനാണ്, ഭയങ്കര നീതിമാനാണ്, ആരോടുക്കാരനും ഇല്ലാത്ത ആളാണ്. നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുകയോ വേറെ സൈഡിലോട്ട് നിങ്ങളുടെ കണ്ണിങ്ങനെ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അത്ര ഭയങ്കര സ്ട്രിക്റ്റ് ഇൻവിജിലേറ്റർ ആണ്. ഞാൻ എക്സാമിനേഷൻ ഇങ്ങനെ ഹാളിൽ നടക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും വളരെ സൂക്ഷിച്ചാണ് എക്സാം എഴുതുന്നത്. ഓക്കെ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. കാരണം പിടിച്ചു പോയ 3 വർഷത്തേക്ക് പിന്നെ എക്സാം എഴുതാൻ പറ്റത്തില്ല. വളരെ കെയർഫുള്ളാണ്. ഇങ്ങനെ കെയർഫുൾ ആയിട്ട് എഴുതിയപ്പോൾ അപ്പൊ നിങ്ങൾ നോക്കിയേ, നീതി പ്രവൃത്തികളെല്ലാം പൂർത്തിയാകുന്നുണ്ട്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. നീതി അവിടെ അങ്ങ് വിളഞ്ഞു കിടക്കുകയാണ് ആ ക്ലാസ്സിൽ. എല്ലാവരും നീതിമാന്മാരാണ് അല്ലേ? ആണോ? എല്ലാവരും നീതിമാന്മാരാണോ? നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ശരിക്കും നീതിമാന്മാർ എത്രയുണ്ട്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ എല്ലാവരും ചെയ്തല്ലോ, എല്ലാവരും ചെയ്തു. നീതിമാന്മാർ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറയാണ്, സഹോദരങ്ങളെ, മക്കളെ, നിങ്ങളെല്ലാവരും നല്ല നീതിമാന്മാരാന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഈ പരീക്ഷ എഴുതുന്നത് കൊള്ളാം, വെരി ഗുഡ്. ഞാൻ അതുകൊണ്ടൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ പോവുകയാണ്. ബൈ ബൈ. അടുത്ത 1 മണിക്കൂർ നീതിമാന്മാരായ നിങ്ങൾ തന്നെത്താൻ ഈ പരീക്ഷ എഴുതണം. ഞാൻ ഡോർ അടയ്ക്കുന്ന സമയത്ത് മനസ്സിലാവും അവിടെ എത്ര നീതിമാന്മാരുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അത് മാത്രമല്ല, അവിടെ നല്ലപോലെ പഠിച്ച ഒരു പയ്യൻ മാത്രം എന്ത് ചെയ്യുക? നോക്കാതെ എഴുതുക. കാരണം അവനെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ചോദ്യപേപ്പറും ഭയങ്കര കട്ടിയാന്ന് വിചാരിച്ചോ? ചോദ്യപേപ്പർ ഭയങ്കര കട്ടി, അതായത് അവൻ പഠിച്ചതെന്ന് വെച്ചൊന്നും നടക്കുന്നില്ല. ഭയങ്കര കട്ടിയായ ചോദ്യപേപ്പർ കൊടുത്തിരിക്കുക. അപ്പൊ അവനായിരിക്കും ആദ്യത്തെ പ്രലോഭനം പുസ്തകം എടുത്ത് നോക്കാൻ. കാരണം അവൻ 1 മാർക്ക് പോയ സഹിക്കാൻ പറ്റാത്ത പയ്യനാണ്. അതുവരെ ഭയങ്കര നീതിമാനായിരുന്നു. കഴിഞ്ഞ എക്സാമിനേഷനൊക്കെ ഭയങ്കര നീതിമാനായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണം എത്ര പ്രവർത്തിച്ചാലും ഒരു മനുഷ്യൻ നീതിമാനായി മാറുന്നില്ല. ആ നീതി പ്രവൃത്തി അവിടെ ഉണ്ടാക്കാൻ മാത്രമേ ന്യായപ്രമാണത്തിന് കഴിയുള്ളൂ. ഒരു മനുഷ്യനെ നീതിമാനാക്കാൻ പറ്റത്തില്ല. വ്യഭിചാരം ചെയ്യിപ്പിക്കാതിരിക്കാൻ പറ്റും ന്യായപ്രമാണത്തിന്, പക്ഷെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നീതി ഉണ്ടാക്കാൻ ന്യായപ്രമാണത്തിന് കഴിവില്ല. നീതി പ്രവൃത്തികൾ ചെയ്യിപ്പിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് പറയാം. ഒരു പിതാവിന് 2 മക്കളുണ്ട് എന്നിരിക്കട്ടെ.
ഓക്കെ. ഇതിലൊരു മകൻ ഭയങ്കര ധിക്കാരിയും അനുസരണം കെട്ടവനും ഒരു കാര്യവും അനുസരിക്കാത്തവനുമാണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ മകൻ പെട്ടെന്ന് അനുസരിക്കുന്ന സ്നേഹമുള്ള മകനാണ് എന്ന് വിചാരിക്കാം. ഓക്കെ. ആദ്യത്തെ മകനോട് അപ്പം പറയാണ്, ഞങ്ങൾ വീട്ടിന് വെളിയിൽ പോവുകയാണ്, നീ മര്യാദയ്ക്ക് നീ അലങ്കോലമാക്കിയിട്ടിരിക്കുന്ന റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഈ ഫ്രണ്ട് ഹാളൊക്കെ ഒന്ന് അടിച്ചു വാരി ശുദ്ധമാക്കിയിട്ട്. ഇവൻ പറയാണ്, എന്നെ കൊണ്ടുപോയി. അപ്പോൾ അപ്പം പേടിപ്പിക്കും. അപ്പം പറയും, നീ മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ നിന്നെ വീടിന് പുറത്താക്കും. അപ്പോൾ അവൻ എന്ത് ചെയ്യാനാ, 10-18 വയസ്സേ ഉള്ളൂ, വെളിയിൽ പോയി ജോലി ചെയ്ത് ജീവിക്കാറായിട്ടില്ല, അപ്പനെ അനുസരിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അടിച്ചു വാരിയിടുന്നു. രണ്ടാമത്തെ മകൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ അവന് തോന്നുകയാണ്, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ തന്നെ ഇത് അടിച്ചു വാരിയേക്കാം. ഇതിലാരാണ് നീതിമാൻ? നീതി പ്രവർത്തികൾ രണ്ടുപേരും ചെയ്തു. രണ്ടുപേരും നമ്മൾ നോക്കി കഴിയുമ്പോൾ രണ്ടുപേരും അടിച്ചു വരുവാണ്, രണ്ടുപേരും അനുസരിക്കുന്നുണ്ട്. പക്ഷെ നീതിമാൻ ആരാണ്? നീതിമാൻ ഈ രണ്ടാമത്തെ കൊച്ചു മാത്രമേ ഉള്ളൂ. കാരണം നീതി എന്ന് പറയുന്നത് ആന്തരികമാണ്. ദൈവിക നീതി ഒരിക്കലും ബാഹ്യമായ ഒരു പ്രവൃത്തി കൊണ്ട് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. ദൈവിക നീതി എപ്പോഴും ആന്തരികമായ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവം ദൈവത്തിന് മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉളവാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ നീതി എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വരുന്നതാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ, ഒരു ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയുടെ അനുസരണമല്ല. ഇതാണ് പൗലോസ് റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ മനുഷ്യന്റെ പ്രവൃത്തികളാൽ വരാത്തൊരു നീതി നമുക്ക് അത് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അടുത്ത വാക്യം ഒന്ന് വായിക്കാമോ? 21-ാം വാക്യം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ. വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ. അപ്പൊ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് റൈച്ചസ് ലൈഫാണ്. അത് ഞാൻ പറഞ്ഞു വന്നത്. അതായത് വിശ്വാസത്താൽ ജീവിക്കുന്ന ജീവിതം മാത്രമാണ് ശരിക്കും നീതിയുള്ള ജീവിതം. അതായത് ഫെയ്ത്ത് ലൈഫ് ഈസ് ദ റൈച്ചസ് ലൈഫ്. അത് മാത്രമേ ഉള്ളൂ വിശ്വാസ ജീവിതം. ഇവിടെ പുതിയൊരു നീതി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ദൈവത്തിന്റെ നീതിയാണത്, മനുഷ്യരുടെ നീതിയല്ല. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതിയെ തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതായത് ഒരാൾ നീതിമാനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പ്രമാണമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയല്ല, അവന്റെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വ്യഭിചാരം ചെയ്യാതിരിക്കുന്നത് അയ്യോ വ്യഭിചാരം ചെയ്താൽ നരകത്തിൽ പോകുമല്ലോ എന്ന് പേടിച്ചിട്ടല്ല, ക്രിസ്തു ഉള്ളിലുള്ളത് കൊണ്ടാണ്. മോഷ്ടിക്കാതിരിക്കുന്നത് മോഷ്ടിക്കരുതെന്നുള്ള പാപമാണല്ലോ എന്ന് ഓർത്തിട്ടല്ല, മോഷ്ടിക്കാൻ തോന്നാത്തത് കൊണ്ടാണ്. കാരണം എൻ്റെ ഉള്ളിൽ ക്രിസ്തുവാണ് വസിക്കുന്നത്, എൻ്റെ ജീവൻ ക്രിസ്തുവാണ്. പ്രമാണമുള്ളത് കൊണ്ടല്ല, ക്രിസ്തു ഉള്ളത് കൊണ്ട് വരുന്ന നീതിയാണ് പുതിയ നിയമത്തിന്റെ നീതി എന്ന് പറയുന്നത്. അത് പ്രമാണം ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ ആയിരിക്കും. ആരും നമ്മളോട് ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ അങ്ങനെ ആയിരിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവാണ്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് കണക്ട് ആകുന്നത് എന്തിലേക്കാണ്? നമുക്ക് ലഭിക്കുന്ന ധനത്തിലേക്കല്ല, നമുക്ക് ലഭിക്കുന്ന രോഗസൗഖ്യത്തിലേക്കല്ല, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിലേക്കാണ് വിശ്വാസം എന്നെ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. അപ്പോൾ ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്തിനാ നമുക്ക് നേടിത്തരുന്നത്? ഫെയ്ത്ത് നമുക്ക് നേടിത്തരുന്നത് ക്രിസ്തുവിനെയാണ്. നോട്ട് അബൌട്ട് ഗെറ്റിംഗ് മണി. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സൗഖ്യം ലഭിക്കുന്നതല്ല, പണം ലഭിക്കുന്നതല്ല, ജോലി ലഭിക്കുന്നതല്ല. വിശ്വാസം ക്രിസ്തുവിനെ ലഭിക്കുന്നതാണ്. ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ലിവ്ഡ് ഇൻ ഫെയ്ത്ത്. ഓക്കെ. കാഴ്ചയുള്ള ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ജീവിതവും, വിശ്വാസത്താലുള്ള ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവിതമാണ്. ഐ എം ലിവിങ് ഹിസ് ലൈഫ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ ഞാൻ അവന്റെ ജീവിതമാണ് ജീവിക്കുന്നത്. ഓക്കെ. അപ്പോൾ പ്രമാണം കൂടാത്ത നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ന്യായപ്രമാണമൊന്നുമില്ല ബ്രദറെ, ഇനി കൊല്ലുവോ മോഷ്ടിക്കുവോ എന്ത് ചെയ്താലും ദൈവം ചോദിക്കില്ല. ഇങ്ങനെയാണ് ഈ ഹൈപ്പർ ഗ്രേസുകാർ അതിനെ വ്യാഖ്യാനിച്ചത്. അവർ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന ക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് മിണ്ടിയില്ല. അങ്ങനെ മിണ്ടിയായിരുന്നെങ്കിൽ അവർക്ക് പ്രോസ്പെരിറ്റി തിയോളജി പറയാൻ പറ്റിയില്ലായിരുന്നു, അവരുടെ സുഖലോലുപമായ ജീവിതത്തെക്കുറിച്ച് പറയാൻ പറ്റിയില്ലായിരുന്നു, അവർക്ക് ലോകത്തിന്റെ മോഹങ്ങളിൽ രസിക്കാൻ സാധിക്കില്ലായിരുന്നു.
Christ is alive in you. You are not led by the principles of the law, but by the Spirit of Jesus Christ. ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ദൈവത്തിനുള്ളവരാണ്. അപ്പൊ അവരെന്തുകൊണ്ട് അനുസരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസത്തിന്റെ അനുസരണമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത് സകല ജാതികളിലും വിശ്വാസത്തിന് അനുസരണം വരേണ്ടതിന്. അടുത്ത വാക്യം 22-ാം വാക്യം. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഏതിനാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നത്? അപ്പൊ ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷികളായിട്ട് ഇരിക്കുന്നത്. എന്തിന്റെ സാക്ഷികളാണ്? ഈ ന്യായപ്രമാണം കൂടാതെ അന്ത്യകാലത്ത് വെളിപ്പെട്ടു വരുന്ന ദൈവിക നീതിക്ക് ഈ ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷികളാണ്. അടുത്ത വാക്യം. എങ്ങനെയാണ് സാക്ഷ്യം പറയുന്നത്? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ഒരു ചെയ്ത് വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരെ മാറി. ഇത് ഓക്കെ. ഈ വാക്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ദൈവം സകല മനുഷ്യരെയും ഒരുപോലെ പാപികൾ എന്ന് പറഞ്ഞതെന്നുള്ളതാണ്. ഇത് ദൈവത്തിന്റെ നീതിയാണ്. അടുത്ത വാക്യത്തിൽ അതും പറയുന്നുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. അടുത്ത വാക്യം. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ദൈവം സൗജന്യമായി ഒരാളെ നീതീകരിക്കാൻ തീരുമാനിക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്ക് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങളുടെ കയ്യിൽ 2 ആപ്പിളും 2 മക്കളും ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും നിങ്ങൾ വീതിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കുക. അതാണ് മനുഷ്യന്റെ നീതി എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ നീതി അങ്ങനെയല്ല. വിശന്ന് പൊരിഞ്ഞിരിക്കുന്നവന് അത് 2ഉം കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ നീതി. അപ്പൊ മൂത്ത മോഹൻ കിടന്നിട്ട് അയ്യോ എനിക്ക് കിട്ടിയില്ല ആപ്പിൾ എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. കാരണം വിശപ്പുള്ളവനാണ് അതിന്റെ ആവശ്യം. ഓക്കെ. അപ്പോൾ ദൈവത്തിന്റെ നീതി നമ്മൾ നോക്കി കഴിയുമ്പോൾ എല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. പക്ഷെ ദൈവത്തിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ദൈവത്തിന്റെ നീതിയുണ്ട്. ഓക്കെ. അത് നമുക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ പലപ്പോഴും നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അവന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു ചോദിക്കാൻ പാടില്ല. കാരണം ദൈവം നീതിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ നീതിയുടെ പാരാമീറ്റേഴ്സ് വെച്ചാണ്. അത് നമുക്ക് ഒരിക്കലും നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കില്ല. ഓക്കെ. അതുകൊണ്ട് ഒരേ കൽപ്പനകൾ നമുക്ക് തരികയാണ് ദൈവം. എല്ലാവർക്കും ഒരേ കൽപ്പന കൊടുക്കുക എന്ന് വിചാരിച്ചോ, ആ എക്സാമിനേഷൻ അനീതിയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കർത്താവ് നമ്മളോട് പറയാണ് നിങ്ങൾ കോപിച്ചാൽ നിന്നെ നരകത്തിൽ വിടും, അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾ ആരോടും കോപിക്കരുത് എന്ന് പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ. ഒരു കൽപ്പന കർത്താവ് ഇങ്ങനെ തരുമെന്ന് വിചാരിച്ചു. ആരൊക്കെ രക്ഷപ്പെടും? ഇവിടെ ഇരിക്കുന്ന മിക്കാറ് ആൾക്കാരും പോക്കായിരിക്കും. പക്ഷെ ചില ആൾക്കാരുണ്ട് അവർക്ക് കോപം വരത്തേയില്ല. ജന്മന അങ്ങനെയാ, ജന്മന തന്നെ അങ്ങനെയാ. ഞങ്ങൾക്കൊരു സഹോദരനുണ്ട്, കോപിക്കാറേ ഇല്ല. അപ്പോൾ അദ്ദേഹം കോപിച്ച് ഞാൻ കണ്ടിട്ടില്ല 10-25 വർഷമായിട്ട്. ആരും കണ്ടിട്ടില്ല, പേരൻസ് ആരും കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം വളരെ സൗമ്യനാണ്, ജന്മന അങ്ങനെയാണ്. അപ്പൊ കുറെ ആൾക്കാർ അവരുടെ ജനറ്റിക് പ്രത്യേകതകൾ കാരണം അല്ലെങ്കിൽ അവർ വളർന്നു വന്ന അന്തരീക്ഷം കാരണം കോപിക്കാതെ രക്ഷപ്പെടും. എന്നാൽ പെട്ടെന്ന് കോപം വരുന്ന നമ്മുടെ കാര്യമൊക്കെ പോക്കായിരിക്കും. അപ്പൊ നിയമം വെച്ചാലുള്ള പ്രമാണം ഒരേ നിയമം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിക്കാനുള്ള കപ്പാസിറ്റി പലർക്കും പലതാണ്. ചിലർക്ക് അത് ഒട്ടും അനുസരിക്കാൻ പറ്റിയില്ല, ചിലർക്ക് അത് വളരെ വേഗം അനുസരിക്കാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഉദാഹരണത്തിന് ഏത് കൽപ്പന പറഞ്ഞാലും അങ്ങനെയാണ്. ചില ആൾക്കാർക്ക് അത് വളരെ എളുപ്പമാണ്, ചില ആൾക്കാർക്ക് അത് വളരെ പ്രയാസം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലാരിഫൈഡ് ആകും ഞാൻ വിചാരിക്കും. ഒരു മനുഷ്യൻ സൽപ്രവൃത്തികൾ ചെയ്തിട്ട് സ്വർഗത്തിലും ദുഷ്പ്രവൃത്തികൾ ചെയ്തിട്ട് നരകത്തിലും പോവുകയെന്ന് വിചാരിച്ചു. ആ ദുഷ്പ്രവൃത്തിക്കാരനെ വിളിച്ചിട്ട് ചോദിക്കുക, നീ എന്തിനാണ് ഇങ്ങനെ ദുഷ്പ്രവൃത്തി, നീ എന്തുകൊണ്ടാണ് മനുഷ്യരെ കൊന്നത്, നീ എന്തുകൊണ്ടാണ് എന്താ പറയുന്നത് മോഷ്ടിച്ചത് ചോദിക്കണം. അവൻ പറയും, നിങ്ങൾ ജനിച്ച പോലെ നല്ലൊരു വീട്ടിലല്ല ഞാൻ ജനിച്ചത്, ഞാൻ തെരുവിലാണ് ജനിച്ചത്. ഓക്കെ. അവിടെ ആൾക്കാർ എന്നെ സ്നേഹിച്ചില്ല, എൻ്റെ അപ്പനമ്മ ചെറുപ്പത്തിൽ എന്നെ ഉപേക്ഷിച്ചു, ഞാൻ സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ല, എനിക്ക് വിശപ്പ് വരുമ്പം എന്തെങ്കിലും മോഷ്ടിച്ചാലേ കഴിക്കാൻ പറ്റുമായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ മോഷ്ടിക്കാല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. എന്നെ ആരും സ്കൂളിൽ വിട്ടില്ല, നല്ല സംസ്കാരം പഠിച്ചില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി. എൻ്റെ വീട്ടിൽ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഞാനും ജനിച്ചിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോയനെ, നീ നരകത്തിൽ പോയനെ. ഇതിനർത്ഥം എന്താ? നമ്മളെല്ലാം നല്ലവരായി ജീവിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു പ്രത്യേക തരം സംസ്കാരത്തിൽ നമ്മൾ ജീവിച്ചു. ഇപ്പം കേരളത്തിലും മധ്യ തിരുവിതാംകൂർ ഏരിയയിലുള്ള ആൾക്കാർ പറയും ഞങ്ങള് ഒരു പാരമ്പര്യം, പെന്തിക്കോസ്, പണ്ടത്തെ പെന്തിക്കോസ്, അതിനുമ്പത്തെ പെന്തിക്കോസ്. അപ്പം കുറെ നാളായത്. ഓരോ അതിൻ്റെതായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം വെച്ച് അവരെല്ലാം നീതിമാന്മാരും മര്യാദക്കാരുമാണ്. ഓക്കെ. ഈ പാരമ്പര്യം അനുസരിച്ച് ഇവരെല്ലാം നീതിമാന്മാരും മര്യാദക്കാരും ഒക്കെയാണ്. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ഈ തെരുവിൽ വളർന്ന ഒരു സംസ്കാരം പഠിക്കാത്ത ആൾ എന്ത് ചെയ്യും? അപ്പൊ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവെ എന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഈ പാപം ചെയ്യുന്ന രീതിയിൽ ഈ രീതിയിൽ എന്നെ ജനിപ്പിച്ചത്? എന്നെ ഒരു നല്ല വീട്ടിൽ ജനിപ്പിച്ചു കൂടായിരുന്നോ? ഞാൻ ഇതൊക്കെ
അനുസരിച്ചും കേട്ടും പഠിച്ചും ഞാൻ മിടുക്കനായിട്ട് പോകില്ലായിരുന്നോ? അപ്പൊ കർത്താവ് പറയും, എടാ, ഈ നീതിമാൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നവനുണ്ടല്ലോ, അവനും പോക്കാണ്, നീയും പോക്കാണ്, എല്ലാവരും പോക്കാണ്. കാരണം സകലരെയും ഞാൻ പാപത്തിന് കീഴെ അടച്ചു കളഞ്ഞിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന എന്നെയോ ലോകത്തിലുള്ള ആരെയെങ്കിലുമോ അവർ നീതിമാനായി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ യു ആർ റോങ്. അങ്ങനെ ഒരിക്കലും ഒരാൾക്കും ഈ ലോകത്ത് നീതിമാനാകാൻ സാധിക്കില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, പുതിയ നിയമത്തിൽ യോസേപ്പ് നീതിമാനായിരുന്നു പറയുന്നുണ്ടല്ലേ, നിക്കോദമോസ് നീതിമാനായിരുന്നു പിന്നീട് പറയുന്നുണ്ട്, അരിമത്യാക്കാരനായ യോസേപ്പ് നീതിമാനാന്ന് പറയുന്നുണ്ട്. പക്ഷെ പൗലോസും പത്രോസും നീതിമാനായെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നില്ല. യേശുവിന്റെ ഏതെങ്കിലും ശിഷ്യന്മാര് പുതിയ നിയമ സഭയിലുള്ള ആരെങ്കിലും ഒരാൾ, സഭയ്ക്ക് വെളിയിൽ നിൽക്കുന്നിടത്തോളം കാലം കൊർന്നലിയോസ് നീതിമാനെന്ന് പറയുന്നുണ്ട്, പക്ഷെ സഭയ്ക്കകത്ത് വന്ന ഒരൊറ്റയാളെ പോലും നീതിമാനെന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല. എന്താ എന്റെ കാരണം? നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്, ആരും നീതിമാനില്ല യേശുക്രിസ്തു അല്ലാതെ. അത് മനസ്സിലായവർ മാത്രമാണ് സഭയ്ക്കകത്തുള്ളത്. ഇൻസൈഡ് ദ ചർച്ച്, വെൻ യു കം ഇൻസൈഡ്, യു അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് ഓൺലി വൺ മാൻ ഹു ഈസ് റൈച്ചസ് ആൻഡ് ദാറ്റ് ഈസ് ക്രൈസ്റ്റ് ജീസസ്. നമ്മളെല്ലാം പോക്കാണ്, അതാണ് സത്യം. നമ്മൾ കൃപയാലാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ സകലരെയും പാപികളെന്ന് വിധിച്ചതെന്നറിയോ? സകലരെയും പാപികളാക്കിയത് എങ്ങനെയാണെന്നറിയോ? ഭയങ്കര കട്ടിയായ ചോദ്യങ്ങൾ വെച്ചിട്ടാണ്. അതായത് സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്ന ടൈപ്പ് ചോദ്യങ്ങളെ വെച്ചിട്ട് കർത്താവ് സകലരെയും പാപികളെന്നാക്കി, ആർക്കും കടക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാക്കി. എന്നിട്ട് പറയാണ്, വിശ്വാസത്താൽ നീ വിശ്വസിക്കുന്നവരെ ഞാൻ രക്ഷപ്പെടുത്താം. അവൻ തെരുവിൽ കിടന്നവനായാലും, അപ്പനമ്മ ഇല്ലാത്തവനായാലും, ആരും ഒന്നും പഠിക്കാത്തവനായാലും, എല്ലാം പഠിച്ചിട്ട് വന്നവനായാലും, ഭയങ്കര മോറൽ കോൺഷ്യൻസ് ഉള്ള ആളായാലും, കർത്താവ് പറയാണ്, നിന്നെ എല്ലാം രക്ഷിക്കാനുള്ള ഒരു സുവിശേഷമാണ് എൻ്റെ കയ്യിലുള്ളത്. അതിതാണ്, വിശ്വസിച്ചാൽ രക്ഷപ്പെടാം. അപ്പൊ സകലർക്കും നീതി നൽകേണ്ടതിന്, സകലരെയും രക്ഷിക്കേണ്ടതിന് ദൈവം പ്രവൃത്തികൾ കൂടാതെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവത്തിന്റെ നീതി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ വേറൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദൈവത്തിന്റെ നീതി വെളിപ്പെടുമ്പോൾ നമുക്കത് അനുസരിച്ച് പൂർത്തിയാക്കാം എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ പോലെ ആയിരുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോ ദൈവം പറയാണ്, നീ നിന്റെ നീതി അനുസരിച്ച് പൂർത്തിയാക്കുമായിരിക്കും, പക്ഷെ എൻ്റെ നീതി, എൻ്റെ കൃപയാലല്ലാതെ നിനക്ക് പൂർത്തിയാക്കാൻ സാധിക്കില്ല. സൗജന്യമായിട്ടല്ലാതെ നിനക്കിത് പ്രാപിക്കാനും സാധിക്കില്ല. അതെന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനൊരു നീതിയെ, അതായത് മനുഷ്യരുടെ ജഡത്തിന് അസാധ്യമായ ഒരു നീതിയെ കൊണ്ടുവന്നത്? അടുത്ത വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രാശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് താൻ നീതിമാനും, അങ്ങനെയല്ലേ? ഒന്നുകൂടെ വായിച്ചേ. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പൊ തമിഴ് ബൈബിൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയെന്നറിയോ? താൻ നീതിമാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നീതീകരിക്കുന്നവനുമെന്ന് വെളിവാകേണ്ടതിന് ദൈവം ഈ കാലത്ത് അത് വെളിവാകേണ്ടതിന് ദൈവം ഈ നീതിയെ സൗജന്യമായി നൽകി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ദൈവം എന്തുകൊണ്ടാണ് വിശ്വാസത്താലുള്ളൊരു നീതി വെച്ചത്? അതിന് ഉത്തരം ഇതാണ്, ഞാൻ മാത്രമേ ഉള്ളൂ നീതിമാൻ എന്ന് തെളിയിക്കാൻ വേണ്ടി. 10-ാം വാക്യം എന്താ പറയുന്നത്? ആരും നീതിമാനില്ല, മനുഷ്യരിൽ ആരിൽ നീതിമാനില്ല എന്ന് ദൈവം തെളിയിച്ചു. എന്നിട്ട് 26-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ നീതിമാൻ. ആരാണ് നീതിമാൻ? ദൈവം നീതിമാൻ. അപ്പൊ ആദമിന്റെ കാലത്ത് നമ്മുടെ ഉള്ളിൽ കിടന്ന പഴത്തിന്റെ എഫക്റ്റ് തീർന്നു. ആ പഴം പറഞ്ഞ എന്താണ്? നീ തീരുമാനിച്ചോ, നന്മ ഏതാ ചീത്ത ഏതാ നീ തീരുമാനിച്ചോ. ഓക്കെ, നിന്റെ യുക്തി അനുസരിച്ച് നീ നീതിമാന്മാരെന്ന് വിളിച്ചോ, പാപികളെന്ന് വിളിച്ചോ, നീയാണ് രാജാവ്, നീയാണ് ന്യായാധിപൻ, നീയാണ് തീരുമാനിക്കുന്നത്. എൻ്റെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ആ ആദം ഇവിടെ ഇരിപ്പുണ്ടോ? ആദം എവിടെയെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും. ഇതാണ് ആദം. എൻ്റെ വീട്ടിൽ എന്താ നടക്കേണ്ടതെന്ന് കർത്താവല്ല തീരുമാനിക്കുന്ന പറയില്ല. അത് പറയില്ല കേട്ടോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടും. ഇങ്ങനെ പറയുള്ളൂ, എൻ്റെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതാണ് ആദം. ഓക്കെ, ഞാനാണ് നല്ലത് ഏത് ചീത്ത ഏതെന്ന് അറിയാവുന്നതാണ്. അത് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. അവർക്കറിയാം മിക്കവാറും അവരുടെ ഭർത്താക്കന്മാർ ചെയ്യുന്ന ഒന്നും ശരിയല്ലെന്ന്. അതെങ്ങനെയാണ് മനസ്സിലായത്? ഈ പഴ ഉള്ളിലുള്ളതുകൊണ്ടാണ് മനസ്സിലായത്. അവരൊന്നും ചെയ്യുന്നത് ശരിയില്ല, എനിക്ക് മാത്രമേ നല്ലതും ചീത്ത അറിയാവുള്ളൂ. ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ ഭർത്താവിനൊരു വിവരവും ബോധവും ഇല്ല, എന്തൊക്കെയാണ് ആ പുള്ളി കാണിച്ചു വയ്ക്കുന്നത്. വിവരവും ബോധവുമുള്ള നല്ല പഴം ആദ്യം നിന്നാരാണ്? ഹവ്വായായ ഞാനാണ്. അപ്പൊ എല്ലാ മനുഷ്യരും അങ്ങനെയാണ്, അവര് നീതിമാൻ. അപ്പം കർത്താവ് പറയാണ്, നിങ്ങൾ ആരും നീതിമാന്മാരല്ല എന്നത് തെളിയിക്കാൻ വേണ്ടി ഞാൻ മാത്രം നീതിമാനെന്നും
ആരാണ് നീതിമാനെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്നുള്ളത് കൊണ്ട്. അതാണ് ദൈവത്തിന്റെ അധികാരം ദൈവം എടുക്കുക. അതാണ് ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്. ഗോഡ്സ് കിങ്ഡം മീൻസ് God decides what's righteousness and God decides who is righteous. അങ്ങോട്ട് നമ്മൾ എത്തും. അങ്ങോട്ട് പറയും, കർത്താവേ നീ നീതിമാനം തീരുമാനിക്കും. അപ്പൊ കരഞ്ഞോണ്ട് എത്താൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പൊട്ടി തകർന്ന് അവിടെ ചെല്ലുള്ളൂ. കാരണം ആദ്യം കേൾക്കുന്ന വിധി എന്ന് പറഞ്ഞാൽ നീതിമാൻ ആരുമില്ല എന്നുള്ളതാണ്. There is no one who is righteous. ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? ദൈവത്തിന് മുമ്പിൽ നിന്ന് എപ്പോഴെങ്കിലും ഈ വിധി വന്നിട്ടുണ്ടോ? എനിക്ക് കേട്ടിട്ടുണ്ട്. നീ നീതിമാനല്ല എന്ന കഠിനമായ എൻ്റെ മുഖത്തോടുള്ള ആ ഒരു പ്രസ്താവന കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്. അത് കേട്ടപ്പോഴാണ് ഞാൻ തകർന്നു പോയത്. അതുവരെ ഞാൻ ഭയങ്കരമായിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പോലും ഇത് പൂർണ്ണമായിട്ടും എൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. എന്നോടൊരു സാറ് പറഞ്ഞിട്ടുണ്ട്, ഫേസ് ഇത് ഇത്തിരി കൂടുതലാണ് ഈ ന്യായവിധി, മറ്റുള്ളവരെ വിധിക്കുന്നത് ഭയങ്കരമാണ്. അപ്പം ഞാൻ ചോദിക്കും, ബൈബിൾ കോളേജ് പഠിക്കാൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ ആരാ വിധിക്കാതിരിക്കുന്നത്? ഇവരെ നാളെ പാസ്റ്റർമാരുടെ ഞാൻ ചോദിക്കുന്നത്, ഞാനതിനേക്കാൾ വലിയ പാപിയാന്നുള്ള കാര്യം എൻ്റെ തലയ്ക്കകത്തോട് ഓടുന്നില്ല. ഞാൻ അന്ന് ജീവിച്ച ജീവിതം ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ലജ്ജ തോന്നാം. കാരണം ആ സാർ പറഞ്ഞായിരുന്നു ശരി. പിന്നീടാണ് മനസ്സിലായത് എവ്രി വൺ ഈസ് സിൻഫുൾ, സിന്നാണ്. അല്ലാത്ത ആരും ദൈവത്തിന് മുമ്പിലില്ല. അപ്പൊ ദൈവത്തിന് മുമ്പിലേക്ക് ചെന്നിട്ട് ദൈവത്തിന്റെ നീതിയാൽ നീതീകരിക്കപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മുടെ നീതി വെച്ചാണെങ്കിൽ നമുക്കെല്ലാം നീതിമാനാന്ന് പറഞ്ഞ് നടക്കാം, നോ പ്രോബ്ലം. ദൈവത്തിന്റെ നീതിയാൽ നീതീകരിക്കപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നീതിയുടെ സിംഹാസനങ്ങളെ താഴെ ഇറക്കി വെച്ചിട്ട് പറയണം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ നശിച്ചു, അയ്യോ പറഞ്ഞ പോലെ അയ്യോ ഞാൻ രട്ടിലും വെണ്ണീറിലും കിടന്ന് അനുദപിക്കാൻ മാത്രം പാപിയാണ്. ഇതെന്റെ ഉള്ളിലേക്ക് വരുന്നത് ഈ ദൈവത്തിന്റെ നീതി എൻ്റെ മുമ്പിൽ വരുമ്പോൾ എൻ്റെ പ്രവൃത്തിയാൽ അത് സാധ്യമല്ല എന്നെനിക്ക് മനസ്സിലാകുമ്പോൾ എൻ്റെ ജഡം അപര്യാപ്തമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വളർന്നു വന്ന അന്തരീക്ഷം, പഠിച്ച പാഠങ്ങൾ, എൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഞാൻ വളർന്നു വന്ന എൻവയറൺമെന്റ്, അല്ലെങ്കിൽ എൻ്റെ സഹജ സ്വഭാവങ്ങൾ, ഇതൊന്നും കൊണ്ടും ദൈവത്തിന്റെ നീതിയെ പൂർത്തിയാക്കാൻ സാധിക്കയില്ല എന്നുള്ള നിസ്സഹായാവസ്ഥ എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഓ ലോർഡ് ഷോ മേഴ്സി ഓൺ മീ ലൈക്ക് ദാറ്റ് ടാക്സ് കളക്ടർ ഹു പ്ലീഡഡ് ഫോർ ഗോഡ്സ് മേഴ്സി. ഐ ക്രൈ ഔട്ട്, ഓ ലോർഡ് ഷോ മീ യുവർ മേഴ്സി. നിന്റെ കരുണയുടെ മുഖം എന്നെ നേരെ തിരിക്കണമേ. നിന്റെ ന്യായവിധിയുടെ മുഖം എൻ്റെ നേരെ തിരിച്ചാൽ എൻ്റെ പൊടി പോലും ഉണ്ടാവുകയില്ല. നീ അങ്ങനെ എന്നെ ശോധന ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവുകയില്ല. ഞാൻ വേറെ മറ്റുള്ള ആൾക്കാരെ വിധിച്ചും വിലയിരുത്തിയും എൻ്റെ ജീവിതം ഞാൻ കുളമാക്കിയതാണ്. കർത്താവെ നീ എന്നെ കരുണയോടെ നോക്കണമേ എന്നല്ല അതൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയത്. ബിക്കോസ് ഹി സോട്ട് ടു ബി ജസ്റ്റിഫൈഡ് ബൈ ഗോഡ് whereas the other man justified himself. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അനേകം പ്രസംഗങ്ങളും സ്വയനീതീകരണത്തിന്റെ കൂടുകളാണ്. അവര് സ്റ്റേജിൽ നിന്നുകൊണ്ട് അനേകരെ കൊന്നുകളയുകയാണ്. അവർ പറയാണ്, ഞങ്ങളെ പോലെ ആക്, ഞങ്ങള് നീതിമാന്മാരാണ്. അവരെന്താ പറയുന്നറിയോ? നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്നെ പോലെ ആകാനാണ് പറയുന്നത്. നോ ഹംബിൾനെസ്. ഹംബിൾനെസ് എന്ന് പറയുന്ന ഒരാളെ കാണുമ്പോൾ ചിരിച്ച് കുനിഞ്ഞ് കുമ്പിട്ട് നടക്കുന്നതല്ല ഹംബിൾനെസ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത്, എന്നെക്കുറിച്ച് പല ആൾക്കാരും വിചാരിക്കുന്നത് ഭയങ്കര അഹങ്കാരിയാണെന്നാണ്. എൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഇൻട്രോവേർട്ട് നേച്ചറാണ്. ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നവരെ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കില്ല. അപ്പോൾ പല ആൾക്കാരൊക്കെ ദൂരദേശത്തു നിന്നൊക്കെ വരുമ്പോഴും ഞാൻ സംസാരിക്കുന്നത് എനിക്ക് സന്തോഷമില്ലാഞ്ഞിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ എൻ്റെ പെരുമാറ്റം അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇവൻ ഭയങ്കര അഹങ്കാരിയാണ്. അതേസമയത്ത് ഞാൻ പണ്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, ഇങ്ങനെ കുനിഞ്ഞത് പ്രൈസ് ദി ലോർഡ് അച്ചായ എന്നൊക്കെ പറയാൻ ഞാൻ പണ്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലായത് എനിക്ക് പറ്റിയ പരിപാടിയത് എന്നെ കൊണ്ട് നടക്കൂല എന്നുള്ള കാര്യം. പിന്നെ കാരണം എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ വിനയമായിട്ട് പെരുമാറാൻ, നടക്കുന്നില്ല. പിന്നെ എന്നോട് കർത്താവ് പറഞ്ഞു, ഇതൊന്നും അല്ല ഹംബിൾനെസ് എന്ന് പറയുന്നത്. ഞാൻ ആരെക്കാളും ഭേദമല്ല. ഞാൻ ദൈവത്തിന്റെ കൃപയാൽ മാത്രം സർവൈവ് ചെയ്യുന്ന ഒരു പുഴുവിനെ പോലുള്ള ഒരാളാണ്. ഇപ്പോഴും പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇപ്പൊ 6:15 6:20 എൻ്റെ മനസ്സിൽ ഉള്ളിൽ ഭയമാണ്. എനിക്ക് എന്ത് യോഗ്യതയാണ് നിന്റെ വചനം എടുക്കാൻ എന്നുള്ളൊരു ചോദ്യം എൻ്റെ ജീവിതത്തിൽ 24 hours ഉണ്ട്. കാരണം അത് ദൈവം അങ്ങനെ ആക്കിയതാണ്. ദൈവം പറയുന്ന മനുഷ്യൻ അയോഗ്യനാണ്. ഞാൻ ആലോചിക്കും, ഒരു പാട്ടോടെ പാടിയായിരുന്നെങ്കിൽ 5 മിനിറ്റ് കൂടെ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്തിരിക്കാമായിരുന്നു എന്നാ ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ മൈൻഡ് അങ്ങനെയാണ്. അതായത് സ്വയം സ്റ്റാൻഡിങ് അസൈഡ്. കാരണം എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ഇപ്പോഴും വചനം പറയാൻ ധൈര്യം ഉണ്ടായിട്ട് പറയുന്നതല്ല. ഇറ്റ്സ് ഓൺലി ദ ഗ്രേസ് ഓഫ് ഗോഡ്, only the mercies of the Lord that showed me that I am not naturally righteous at all. അവൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി, നിങ്ങളുടെ മുമ്പിൽ പോലും നിൽക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടോന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഐ എം എക്സ്പോസ്ഡ് thoroughly ബിഫോർ ഗോഡ്. അത് ഓരോ മോമെന്റിലും അത് അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഓരോ മോമെന്റിലും ഐ ഷുഡ് സ്റ്റാൻഡ് എക്സ്പോസ്ഡ് ബിഫോർ ദ ലൈറ്റ് ഓഫ് ദ ലോർഡ്, മൈ ഡാർക്ക്നെസ് ഷാൽ ബി റിമൂവ്ഡ് ഫ്രം ഇൻസൈഡ് മൈ ഹാർട്ട്. ഇത് അപ്പോ ഞാൻ പറയുന്ന കൃപ മാത്രമാണ്, കർത്താവെ കൃപ മാത്രമാണ്. എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇറ്റ്സ് ഓൺലി ഗ്രേസ്. കൃപ എന്ന് ആർത്തുകൊണ്ട് അങ്ങനെ വരാൻ വേണ്ടിയാ ദൈവം ഇതെല്ലാം ചെയ്തത്. അതല്ലെങ്കിൽ ഈ ഏദൻ തോട്ടത്തിലെ പഴത്തിന്റെ വിറ്റാമിൻ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുവാൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത്, നമ്മൾ ചിന്തിക്കും എന്തൊരു പൊട്ടത്തരമാണെന്ന് നമ്മൾ പതുക്കെ മനസ്സിലാക്കുക. കാരണം ഗോഡ് എലോൺ ഈസ് റൈച്ചസ്, ഗോഡ് എലോൺ ഈസ് റൈച്ചസ് ആൻഡ് ഗോഡ് എലോൺ, ഗോഡ്സ് ഗ്ലോറി എലോൺ. അടുത്ത വാക്യം 27. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. അപ്പൊ ദൈവം എന്താ ചെയ്തെന്നറിയോ? ഈ മനുഷ്യൻ പ്രശംസിക്കുന്ന സാധനം എടുത്ത് അങ്ങോട്ട് ദൂരോട്ട്. There is nothing that man can do other than to plead for mercy and trust. വിശ്വസിക്കുക, വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഈ പ്രശംസ എടുത്തു കളയുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയുടെ ഭാഗമാണ്. ഒരു മനുഷ്യനും അവന്റെ ജീനിയോളജിയിലോ വളർന്നു വന്ന അന്തരീക്ഷത്തിലോ അവന്റെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ ഈ താഴ്മയുടെ ഭാവങ്ങളിലോ പ്രശംസിക്കാൻ സാധ്യമല്ല. ആ പ്രശംസ ദൈവം എടുത്തു മാറ്റിക്കളഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ചാല്, ഈ പുതിയ നിയമത്തിൽ യേശു കർത്താവിന്റെ സുവിശേഷം കർത്താവ് പ്രസംഗിക്കുന്ന കാലത്ത് ഏറ്റവും സുവിശേഷത്തിന് ശത്രുക്കളായിട്ട് നിന്നത് പാപികളല്ല, നീതിമാന്മാരാണ്. മനുഷ്യന്റെ നീതിയാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ശത്രു. അന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താനോട് പറഞ്ഞ ആ നീതിബോധം, കോൺഷ്യൻസിൽ നിന്ന് വരുന്ന, മനസാക്ഷിയിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ അവൻ അനുസരിച്ച് നാം വിചാരിക്കുന്ന നിയമങ്ങളിൽ നിന്ന് വരുന്ന സ്വയനീതീകരണത്താൽ വരുന്ന ആ നീതിബോധമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ശത്രു. ഞാൻ ഈ റോമാലേഖനം ബൈബിൾ കോളേജിൽ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പഠിച്ചതെന്നറിയാം? ചുമ്മാ പഠിച്ചതല്ല, നല്ല മാർക്ക് വാങ്ങിച്ച് പഠിച്ചാണ്. എനിക്ക് തോന്നുന്നു അവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മാർക്ക് എനിക്ക് കിട്ടിയെന്നാണ് എൻ്റെ ഒരു ചിന്ത. പക്ഷെ എനിക്ക് ഒരു അക്ഷരം റോമാലേഖനം അറിയാൻ മേലായിരുന്നു. അപ്പോഴും അറിയത്തില്ല, വർഷങ്ങൾക്ക് ശേഷം അറിയത്തില്ലായിരുന്നു. മാർക്ക് മേടിച്ചെടുത്തു. അതൊരു തന്ത്രമാണ്. എങ്ങനെയാണ് മാർക്ക് മേടിക്കേണ്ടതെന്നുള്ളത് ഒരു തന്ത്രമാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ തന്ത്രം നല്ലപോലെ അറിയാം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അമേരിക്കയിൽ അത്ര തന്ത്രം അറിയാമെന്ന് അറിയത്തില്ല. ഇന്ത്യയിലെ പിള്ളേർക്ക് നല്ലപോലെ മാർക്ക് മേടിക്കാനുള്ള തന്ത്രം അറിയാം. പക്ഷെ എത്ര പഠിച്ചാലും അവർക്കൊന്നും അറിയാൻ മേലായിരിക്കും. പക്ഷെ മാർക്ക് കിട്ടും. ഡ്രൈവിംഗ് പഠിക്കുന്നതല്ല, ഡ്രൈവിംഗ് എല്ലാം പഠിച്ചു ഡ്രൈവ് ചെയ്യില്ല. അതുപോലെയാണ്, മാർക്ക് മേടിക്കും. റോമാലേഖനത്തിൽ ഭയങ്കര മാർക്കായിരുന്നു എനിക്ക്, പക്ഷെ ഒരു വക അറിയാൻ മേലായിരുന്നു. ഇതെന്തുകൊണ്ടാണ് എനിക്കിത് മനസ്സിലാകാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഞാൻ പാപിയാണെന്നുള്ളതിന്റെ ആ ഡെപ്ത് മനസ്സിലായില്ലായിരുന്നു. ഈ പാപികൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സുവിശേഷം. ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, ആരുടെയും പൈസ അടിച്ചു മാറ്റുന്നില്ല, ശുശ്രൂഷ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നില്ല, അപ്പൊ ഞാൻ പിന്നെ നീതിമാനല്ലേ, ഞാൻ പിന്നെ ഇതിൽ കൂടുതൽ എന്നാ ചെയ്യാനാ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിന്നെയാണ് ശ്വാസോച്ഛ്വാസത്തിൽ പോലും ഈ മനുഷ്യ പ്രകൃതം തന്നെ, ആ ചിന്ത തന്നെ ഏതാണ്, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, പാപമൊന്നും ചെയ്യുന്നില്ലോ എന്നുള്ള ചിന്ത തന്നെ ദൈവത്തിനെതിരെയുള്ള റിബല്യൻ ആണെന്ന്, ഒരു ദൈവം നീതിമാനെന്ന് എന്നെ വിളിക്കാൻ കാത്തു നിൽക്കാതെ ഞാൻ എന്നെ തന്നെ നീതിമാനെന്ന് പ്രഖ്യാപിക്കുന്നത് ദൈവത്തോടുള്ള റിബല്യൻ ആണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നീടാണ്. അത് മനസ്സിലായപ്പോഴാണ് റോമാലേഖനത്തിൽ എന്താ ഈ പറഞ്ഞു വരുന്നത് എനിക്ക് പിടികിട്ടി. എനിക്ക് മനസ്സിലായൊരു കാര്യം, അക്കാഡമിക് ബുദ്ധി കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത്. ഇത് കൃപയാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പ്രശംസ ഇല്ല, അത് ദൈവം എടുത്തു മാറ്റി. ആദമേ, നിന്റെ ജഡത്തിൽ പ്രശംസിക്കണ്ട, നീ നീതിമാനല്ല, ഞാൻ സൗജന്യമായി തരുന്നത് നീ വാങ്ങിച്ചാ മതി, അതിൽ കൂടിയതൊന്നും നീ ഇങ്ങോട്ട് ക്ലെയിം ചെയ്യണ്ട എന്ന് കർത്താവ് പറയാണ്. ഈ സൗജന്യമായിട്ട് വാങ്ങിക്കുന്ന പോലെ നമുക്ക് നാണക്കേട് വേറൊന്നുമില്ല. പിന്നെ പാസ്റ്റേഴ്സിന് മാത്രമുള്ളൂ ഇത്തിരി നാണക്കേട് കുറവ്. എന്നാലും അവര് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് വല്ലതൊക്കെ വാങ്ങിച്ചാൽ അത് കുഴപ്പമില്ല, ഞങ്ങൾ അധ്വാനിച്ചിട്ടാണല്ലോ എന്നുള്ളൊരു ഗമയെങ്കിലും അവർ പിന്നെ ഉണ്ടാക്കും. ഞാൻ എന്നെ ഉദ്ദേശിച്ച് പറയാം, വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര നാൾ അധ്വാനിച്ചു കഴിഞ്ഞാലും കുറെ കാശൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ കിട്ടിയാലും അവസാനം പറഞ്ഞ കർത്താവിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ എന്ത് ചുമ്മാ കിട്ടി നമ്മൾ ഒരിക്കലും മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് അത്ര ചീപ്പല്ല, അത്ര ചീപ്പല്ല നമ്മൾ. കർത്താവ് പറയാം, കർത്താവ് നീ ഇങ്ങനെ ചുമ്മാ തന്നാ എനിക്ക് അതൊരു സന്തോഷമില്ല, ഞാനിവിടെ കുറച്ചൊന്ന് പണിത് ഒന്ന് ജസ്റ്റിഫൈ ചെയ്തെടുക്കാം. കർത്താവ് പറയും,
നീ പുകഴോ പ്രശംസിക്കുകയോ ചെയ്യാൻ ഞാൻ അനുവദിക്കുകയില്ല. പുകഴോ പ്രശംസിക്കുകയോ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാനിത് കൃപയായിട്ട് നിനക്ക് തരികയാണ്, വിശ്വാസത്തിൽ വാങ്ങിച്ചോ. ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവം അങ്ങനെ നമുക്ക് ഈ നീതി നമുക്ക് ലഭിക്കാൻ വേണ്ടി, അതായത് ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് ലഭിക്കാൻ വേണ്ടി ദൈവം നമുക്ക് തരുന്ന ഒരു അത്ഭുതകരമായ രക്ഷാദാനമാണ്. ഈ രക്ഷാദാനമാണ് വിശ്വാസം. ഓക്കെ, അത് എങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്? വചനത്തിന്റെ കേൾവിയാലാണ്. ഇപ്പൊ ഞാൻ ഈ പ്രസംഗിക്കുന്ന വചനം, ദൈവത്തിന്റെ വചനം പറഞ്ഞ ഭാഗത്തല്ല. നമ്മൾ വെളിയിൽ നിന്ന് ഒന്നും പറഞ്ഞില്ല. ഞാൻ ശരിക്കും പറഞ്ഞ 1-2 ഉദാഹരണങ്ങൾ മാത്രമാണ് വെളിയിൽ നിന്ന് പറഞ്ഞത്. നമ്മൾ ഇന്ന് റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 9, 10, പിന്നെ ആ ഒരു പഴയ നിയമത്തിലെ കൊട്ടേഷൻ വിട്ടിട്ട് 18, 19, 20, 21, 22, 23, 27 വരെ വായിക്കുമായിരുന്നു. വേറൊന്നും ചെയ്തില്ല. ദാറ്റ്സ് ഹൗ പോൾ എക്സ്പ്ലെയിൻസ് ഇറ്റ്. നമ്മൾ വേറൊരിടത്തുനിന്ന് ഒരു പുസ്തകം എടുത്തില്ല, ഒരു വ്യാഖ്യാന പുസ്തകം എടുത്തില്ല, മാർട്ടിൻ ലൂതർ ഇങ്ങനെ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ജസ്റ്റ് ദ വേർഡ്. ആ വേർഡ് ഇതാ പറയുന്നത്: നീ പുകഴണ്ട, നിന്റെ പ്രശംസ എടുത്തു മാറ്റിയിരിക്കുന്നു, നിനക്കിത് സൗജന്യമായിട്ട് തരും, നീ വാങ്ങിച്ചാൽ മതി. പ്രശംസ എവിടെ? അടുത്ത ചോദ്യം എന്താ നോക്കിയേ. പ്രശംസ അത് പോയി. ഏത് മാർഗത്താൽ പോയി? കർമ്മമാർഗത്താൽ പോയോ? ഇല്ല, വിശ്വാസ മാർഗത്താൽ പോയി. അടുത്ത വാക്യം. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നെന്ന് നാം അനുമാനിക്കുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ ഒരു മനുഷ്യൻ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ, അവന്റെ ഹൃദയത്തെ ദൈവം രൂപാന്തരപ്പെടുന്നതുകൊണ്ട്, അവൻ വീണ്ടും ജനിക്കുന്നതുകൊണ്ട്, അവൻ കാറ്റുപോലെ ആകുന്നത് കൊണ്ട്, അവൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരാളായതുകൊണ്ട്, ദൈവികമായ നീതി അവനൊരു കുപ്പായമായി നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, അവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ വെച്ചല്ല, ദൈവം അവന്റെ ഉള്ളിൽ ചെയ്യുന്ന രക്ഷാകരമായ പ്രവൃത്തികൾ വെച്ച്, അവനിൽ വസിക്കുന്ന ക്രിസ്തുവിനെ വെച്ചാണ് അവൻ നീതിമാനാകുന്നത്. ഇറ്റ്സ് എ ചേഞ്ച്ഡ് ക്യാരക്ടർ ദാറ്റ് മേക്സ് ഹിം റൈച്ചസ്. ഓക്കെ, ഈ നീതിയാണ് നമ്മൾ ന്യായപ്രമാണത്തിന്റെ അനുസരണമായി മാറുന്നത്. ന്യായപ്രമാണം അനുസരിക്കേണ്ടതിന് അർത്ഥമില്ല. ഈ ന്യായപ്രമാണത്തിന്റെ അനുസരണമായി മാറുന്നത് നീതിയാണ്. ഒറ്റ വാക്യോടെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ഈ സെഷൻ ക്ലോസ് ചെയ്യണം. ഇതിന്റെ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇത്ര ചിന്തിച്ചാൽ മതി. ഒരു മനുഷ്യനും പാപം ചെയ്ത് പാപിയാകുന്നതല്ല. ഒരു മനുഷ്യനും പാപം ചെയ്ത് പാപിയാകുന്നതല്ല, പാപിയായി ജനിച്ചത് കൊണ്ട് പാപം ചെയ്യുന്നതാണ്. ഓക്കെ, പാപിയായ ഒരു മനുഷ്യൻ ജനിക്കുന്നു, പാപം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു മനുഷ്യനും നീതി ചെയ്ത് നീതിമാനാകാൻ സാധിക്കില്ല. നീതിമാനാക്കി ദൈവം ഡിക്ലെയർ ചെയ്യുന്നത് കൊണ്ട്, ആ ആത്മാവിനെ നമുക്ക് തരുന്നത് കൊണ്ടാണ് നമ്മൾ നീതി ചെയ്യുന്നത്. റൈച്ചസ്നെസ് ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ മാൻ. അത് മനുഷ്യന്റെ നീതിയാണ് മനുഷ്യന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ദൈവത്തിന്റെ നീതി മനുഷ്യർക്ക് പ്രശംസ ഇല്ലാത്തതുകൊണ്ട് അത് ദൈവത്താലാണ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അത് വിശ്വാസത്താലാണ് നമ്മൾ അനുഭവിക്കുന്നത്. സോ ദ തിങ് ദാറ്റ് മാറ്റേഴ്സ് ഈസ് ഫെയ്ത്ത്. നമ്മൾ ഇന്നലെ വിശ്വാസത്തെക്കുറിച്ചും ഇന്ന് നീതിയെക്കുറിച്ചുമാണ് കണ്ടത്. നാളെ നമ്മൾ ഇത് തമ്മിലുള്ള കണക്ഷൻ, നമ്മൾ എങ്ങനെയാണ് വിശ്വാസത്താൽ നീതിമാന്മാരാകുന്നതെന്നും ആ വിശ്വാസത്താൽ എങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരണത്തിലേക്കും തേജസ്സിലേക്കും പോകുന്നതെന്നും, നമ്മുടെ രക്ഷയുടെ ബേസിസ് ആയ അതിവിശുദ്ധ വിശ്വാസത്താൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും നമുക്ക് ചിന്തിക്കാം.